നമസ്കാരം. സുവർണ കർണാടക കേരള സമാജം ഒരു സാമൂഹിക സാംസ്കാരിക സംഘടന. ദൈവത്തിൻ്റെ ആളുകളുടെ നാട് എന്നു പേരുള്ള കർണാടകയിൽ ദൈവത്തിൻ്റെ നാട്ടിൽ നിന്നുള്ളവരുടെ ഒരു കൂട്ടായ്മ. സാംസ്കാരിക കേരള തനിമ കർണാടകയിലുള്ള മലയാളികളിൽ പ്രചരിപ്പിക്കുക എന്ന തദ്ദേശത്തോടു കൂടിയുള്ള ഒരു ഉദ്യമം. പേരിനെ അന്വർത്ഥമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. വിശ്വസ്തത, അഖണ്ഡത, സുതാര്യത എന്ന ആപ്തവാക്യവുമായി കർണാടക സംസ്ഥാനം മുഴുവൻ പ്രതിനിധീകരിക്കുന്ന മലയാളികളുടെ ഏക സംഘടന. അതാണ് SKKS. To welcome the addressing, I would like to invite Shri Krishna Kumar sir onto the stage. സുവർണ കർണാടക കേരള സമാജം ഈസ്റ്റ് സോൺ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ 8ാമത്തെ സുവർണ ക്ലിനിക് സെലിബ്രേഷനും കുടുംബ സംഗമമായ എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി SKKS ഈസ്റ്റ് സോൺ ചെയർമാൻ ശ്രീ KV ബാവുലയൻ സർ അവരെ സ്റ്റേജിലേക്ക് ദയവായി ക്ഷണിച്ചുകൊള്ളുന്നു. മാത്രമല്ല, അങ്ങേർക്ക് KV ബാവുലയൻ സാറിന് സ്വാഗതം. BBMP എക്സ് ഓപ്പോസിഷൻ ലീഡർ ശ്രീ പത്മനാഭ റെഡ്ഡി അവരെ ഈ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മോടൊപ്പം ഇല്ല, വരാൻ ഏറ്റിരുന്നതാണ് ശ്രീ സാങ്കി സർ. അദ്ദേഹത്തെ ഈ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസാന്നിധ്യമുണ്ട്, എന്നാലും അന്നേരെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ നമ്മുടെ ഭീമ ജുവലേഴ്സ് ജോ ആന്റണി അസാന്നിധ്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സുവർണ കർണാടക സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജൻ ജേക്കബ് സർ അവർ വരാൻ നേരിടുന്നതാണ്. അങ്ങനെ അസാന്നിധ്യം ഇവിടെ അറിയിക്കുന്നു. അങ്ങനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SKKS ജനറൽ സെക്രട്ടറി ശ്രീ AR രാജേന്ദ്രൻ അവരെ ഈ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SKKS ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ശ്രീ സന്തോഷ് തൈക്കാട്ടിൽ അവരെ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം. SKKS ഡിസ്ട്രിക്ട് സെക്രട്ടറി ശ്രീ KS മഞ്ജുനാഥ് അവരെ ഈ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഒരു ഭാഗമായ സുവർണ ക്ലിനിക് അതിന്റെ 8ാം വാർഷികം നമ്മളിവിടെ ആഘോഷിക്കുകയാണ്. അതിന്റെ ക്ലിനിക്കിന്റെ ഡോക്ടർ ശ്രീ രജനി സതീഷ് അവരുടെ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. SKKS ഈസ്റ്റ് സോൺ കൺവീനർ ശ്രീ ബിജു ജോസഫ് അവരുടെ തിരക്കിലാണ്. ബിജു ജോസഫ് അവരുടെ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലേഡീസ് വിംഗ് ചെയർപേഴ്സൺ ശ്രീമതി മായ കൃഷ്ണകുമാർ അവരെ ഈ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലോക കേരള സഭാ മെമ്പർ ശ്രീ KP ശശിധരൻ അവരെ ഈ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SKKS സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീ ഷാജൻ K ജോസഫ് അവരെ ഈ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SKKS സുവർണ ഭവനം പദ്ധതിയുടെ ചെയർമാൻ ശ്രീ ബിജു കൊള്ളംകുഴി അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. SKKS ഈസ്റ്റ് സോൺ വർക്കിംഗ് ചെയർമാൻ ആയി കാര്യം നിർവഹിക്കുന്ന ശ്രീ സജീവ് കുമാർ ഈ കുടുംബ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പം ഇവിടെ നിന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഈ കുടുംബ സംഗമത്തിലേക്കും സുവർണ ക്ലിനിക്കിന്റെ 8ാം വാർഷികത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. Thank you so much, Krishna Kumar sir.
അടുത്തതായി I would like to invite Sir K.V. Bavlayan Sir, the Chairman of Bangalore East Zone, for a presidential address onto the stage. നല്ലൊരു കൈയ്യടി കൊടുക്കാം. And the dignitaries are coming to the stage. എനർജി തീരെ കുറവാണ്. ലഞ്ച് ബ്രേക്കിന്റെ അടുത്ത സമയമായി, പക്ഷെ കഴിക്കാൻ സമയമായിട്ടില്ല. എനർജി നല്ല രീതിക്ക് ഇവിടെ എക്സോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ലഞ്ച് കഴിക്കാം. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಕನ್ನಡ ಸ್ಟೇಟ್ ಇದು, ನಾವು ಕನ್ನಡ ಹೇಳಲೇಬೇಕು. ಕನ್ನಡದಲ್ಲಿ ಸ್ಟಾರ್ಟ್ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಬಂದಿರುವ ಎಲ್ಲ ಮುಖ್ಯ ಅತಿಥಿಗಳಿಗೆ ಕೇರಳ ಸಮಾಜಂ ಈಸ್ಟ್ ಝೋನ್ ಚೇರ್ಮನ್ ನಿಟ್ಟಿನಲ್ಲಿ ನಾನು ಸ್ವಾಗತ ಕೇಳ್ತಾ ಇದ್ದೀನಿ. ನಮ್ಮದು ಇವತ್ತು ಈ ಕಾರ್ಯಕ್ರಮ ನಡೆಸೋದಕ್ಕೆ ಕಾರಣ ನಮ್ಮದು ಕ್ಲಿನಿಕ್. ನಾನಿನ್ನು ಮಲಯಾಳದಲ್ಲಿ ಮಾತಾಡ್ತೀನಿ, ಕನ್ನಡ ಅಷ್ಟು ಫ್ಲೂಯೆಂಟ್ ಬರೋದಿಲ್ಲ. ಕನ್ನಡ ಸ್ಟಾರ್ಟ್ ಮಾಡ್ತೀನಿ, ಯಾಕಂದರೆ ಪದ್ಮನಾಭ ರೆಡ್ಡಿ ಸರ್ ಇದ್ದಾರೆ, ಕನ್ನಡ ಸ್ಟಾರ್ಟ್ ಮಾಡಲೇಬೇಕು, ಅದಕ್ಕೋಸ್ಕರ കന്നഡ മാതാടുന്നു. സുവർണ സംഗമം ആണ് ഞങ്ങളുടെ എല്ലാ വർഷവും നടത്തുന്ന പ്രോഗ്രാം. പക്ഷേ ഈ വർഷം നമ്മൾ അതിനെ കുടുംബ സംഗമം എന്ന് മാറ്റിയിരിക്കുകയാണ്. ഈ കുടുംബ സംഗമത്തിന് എത്തിയിട്ടുള്ള എല്ലാ മുഖ്യ അതിഥികൾക്കും, പത്മനാഭ റെഡ്ഡി സാറാകട്ടെ, നമ്മുടെ ക്ലിനിക്ക് നടത്തിച്ചു കൊണ്ടുപോകുന്ന ഡോക്ടർ രജനി ആകട്ടെ, എല്ലാവർക്കും, നമ്മുടെ ഈസ്റ്റ് സോണിൻ്റെ എല്ലാ മെമ്പേഴ്സും ഓഫീസ് ബെയറേഴ്സിനും നമ്മുടെ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഭാരവാഹിക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും, ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേരൊക്കെ ചേർത്തിട്ട് പറയുകയാണ്, എല്ലാവർക്കും എൻ്റെ സ്നേഹപൂർവ്വം നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ക്ലിനിക്, സുവർണ ക്ലിനിക് തുടങ്ങിയിട്ട് 8 വർഷമായി. ഈ 8ാമത്തെ വർഷം അന്ന് ആരംഭത്തിൽ നമുക്ക് വിളക്ക് കത്തിച്ചത് മിസ്റ്റർ പത്മനാഭ റെഡ്ഡി സാറായിരുന്നു. അന്ന് അദ്ദേഹം അപ്പോസിഷൻ ലീഡർ. അദ്ദേഹം ഇന്നിവിടെ ഉണ്ട്. ഈ ക്ലിനിക്ക് നടത്തിക്കാൻ കാരണമായിട്ടുള്ളത് നമ്മുടെ ഡോക്ടർ രജനിയാണ്. ആ ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ 8 വർഷമായിട്ട് ഈ ക്ലിനിക്ക് നടത്തിച്ചിട്ട് പോവുകയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, പൈസ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആര് വന്നാലും ഞങ്ങൾ ഫ്രീ സർവീസ് കൊടുക്കുകയാണ്, ഫ്രീ മെഡിസിൻ കൊടുക്കുകയാണ്. ഇത് മാത്രമല്ല, ഞങ്ങളുടെ കുടുംബ സംഗമം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം ഞങ്ങളെ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ 1 വർഷമായി. 1 വർഷം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതും സംസാരിക്കുന്നതൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാർ ഒന്നിച്ച് ചേരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച് 1 മാസത്തിനകം റെഡിയാക്കിയ ഈ പ്രോഗ്രാം ഇത്ര കളർഫുള്ളാക്കി തന്ന നിങ്ങളെ എല്ലാവർക്കും ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. നന്ദി. ഓക്കെ, 1-2 കാര്യം പറയുകയാണ്. ക്ലിനിക് ആളി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ക്ലിനിക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഓരോ വർഷവും ഓരോ പ്രോഗ്രാം നടത്തുന്നത്. പക്ഷേ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. സാമ്പത്തിക നില കുറച്ച് മോശമായിട്ടാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു പുതിയ ഓഫീസ് എടുത്തു. 15 to 20 lakhs rupees ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് പൈസയ്ക്ക് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം ചെറിയ എളിമയിൽ നടത്തിച്ചിട്ട് പോവുകയാണ്. ഈ നവംബർ അല്ലെങ്കിൽ ഡിസംബറിൽ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഒരു മെഗാ പ്രോഗ്രാം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ബാക്കി ദൈവം നിശ്ചയം. സുവർണ കർണാടക കേരള സമാജം തുടങ്ങിയിട്ട് 10 വർഷമായി. ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 19 സോണ്, 2 ഡിസ്ട്രിക്റ്റ്, 1 സ്റ്റേറ്റ് ഓഫീസുണ്ട്. ഞങ്ങളുടെ എല്ലാ സോണിലും 300 മുതൽ 350 മെമ്പേഴ്സുകളുണ്ട്. ഈ 350 മെമ്പേഴ്സും 20 സോണും കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മുടെ ബാംഗ്ലൂരിലുള്ള മിക്കവാറും മലയാളീസ്, എത്ര മലയാളീസ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ സോണിൽ തന്നെ 480 മുതൽ 500 മെമ്പേഴ്സുണ്ട്. അപ്പോൾ ഞങ്ങളുടെ 500 പേരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഈ സുവർണ സംഗമം, കുടുംബ സംഘം എന്നുള്ള പ്രോഗ്രാം ഞങ്ങൾ മുമ്പോട്ട് നടത്തിയിട്ട് പോകുന്നത്. ഈ പ്രോഗ്രാം നടത്താൻ തന്നെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, 1 മാസം കൊണ്ട് തീരുമാനിച്ചതാണ്. പൈസ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഒരു 3-4 പേരുടെ കഠിന അധ്വാനം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സജീവൻ, വർക്കിംഗ് ചെയർമാൻ സജീവൻ, മിസ്റ്റർ രാജു, നമ്മുടെ കൃഷ്ണകുമാർ, പ്രസാദ്, ഇങ്ങനെ ഒരു 3-4 പേരുടെ, പ്രഭാകരൻ സാർ, ഇങ്ങനെ 3-4 പേരുടെ സപ്പോർട്ട് കൂടിയാണ് ഞങ്ങൾ ഈ ഇതിന് ഉത്സവം തന്നെ പറയാം, ഈ പ്രോഗ്രാം ഇത്ര ഭംഗിയാക്കിയത്. ഇതിന് എല്ലാവരും സഹായിച്ചു, സപ്പോർട്ട് ചെയ്തു. വളരെ സന്തോഷം. അതല്ലാതെ ഞങ്ങളിപ്പോൾ കുടുംബക്ഷേമ പദ്ധതി ഒന്നും തുടങ്ങിയിട്ടുണ്ട്. SKSന്റെ കെയർ ഓഫ് മിസ്റ്റർ രാജൻ ജേക്കബ് ലീഡ് ചെയ്യുന്ന കുടുംബക്ഷേമ പദ്ധതി. ഈ വയനാട്ടിലൊക്കെ കുറെ വീടൊക്കെ വെള്ളത്തിൽ പോയി ഒളിച്ച് കഷ്ടത്തിലായല്ലോ. അവർക്കൊക്കെ നമ്മുടെ സോണും മറ്റുള്ള സോണുകളും ചേർന്നിട്ട് കുറെ വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചിട്ട് മിസ്റ്റർ കോലംകുഴി അവരുടെ നേതൃത്വത്തിലാണ് ഈ പണി തുടങ്ങിയിട്ടുള്ളത്. ഈ പണിക്ക് നമ്മുടെ ശശി സാറിന്റെ സപ്പോർട്ടും ഉണ്ട്. ഇവരൊക്കെ ചേർന്നിട്ട് കുറെ പാവപ്പെട്ടവർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനും കൊണ്ട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുകയാണ്.
ആ വീട് വെച്ച് കൊടുക്കാനും കൊണ്ട് ഞങ്ങൾക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും സഹായിക്കണം. സഹായിച്ച് ഈ നമ്മുടെ സുവർണ കന്നഡ കേരള സമാജം എന്നുള്ള സോണിനെ, നമ്മുടെ സോണ് പ്ലസ് മറ്റുള്ള കേരള സമാജ് ഈസ്റ്റ് മറ്റുള്ള സോണുകളും സുവർണ കന്നഡ കേരള സമാജത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അത് മാത്രമല്ല, ഈ ജാനുവരിയിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ ഈ അടുത്തുള്ള 19 സ്കൂളുകളിൽ ഞങ്ങളെ ഗവൺമെന്റ് സ്കൂളിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് പാവപ്പെട്ട പിള്ളേർക്ക് ബുക്സ്, പെന്ന്, പെൻസിൽ, വാട്ടർ ബാഗ് ഈ സാധനങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ഒഴിഞ്ഞു വെച്ച ഒരു അസോസിയേഷനായിട്ട് ഞങ്ങൾ മാറിയിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒത്തിരി പൈസയ്ക്ക് ആവശ്യമുണ്ട്. എല്ലാവരും സഹായിക്കണം. സഹായിച്ച് ഈ സുവർണ കർണാടക കേരള സമാജം എന്ന ഈ അസോസിയേഷനെ ഈ കർണാടക സ്റ്റേറ്റിൽ കുറച്ചുകൂടെ നമ്മളെ വളരാനായിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സ്പീച്ച് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് കർണാടക. Thank you so much, sir. I would request വേദിയിൽ ആരെങ്കിലും വർത്താനം പറയുമ്പോൾ you will have to pay some respect for them, so please maintain silence. Not just that, I would അടുത്തതായി like to invite our chief guest to address the gathering, Sri Padmanabh Reddy sir, onto the stage. ಸುವರ್ಣ ಕರ್ನಾಟಕ ಕೇರಳ ಸಮಾಜವನ್ನ ಅಧ್ಯಕ್ಷರಾದಂಥ ಬಾಹುಲ್ಯನವರೇ, ಆತ್ಮೀಯರಾದಂಥ ಸ್ಯಾಂಗಿ ಪ್ರಸಾದ್ ಅವರೇ, ಜೋ ಆಂಟೋನಿ ಅವರೇ, ಶಿವದಾಸ್ ಅವರೇ, ರಾಜನ್ ಜೇಕಬ್ ಅವರೇ, ರಾಜೇಂದ್ರನ್ ಅವರೇ, ಸಂತೋಷ್ ಅವರೇ, ಮಂಜುನಾಥ್ ಅವರೇ, ಡಾಕ್ಟರ್ ರಜನಿ ಸತೀಶ್ ಅವರೇ, ಬೈಜು ಅವರೇ, ಬಿಜು ಜೋಸಫ್ ಅವರೇ, ಮಾಯಾ ಕುಮಾರ್ ಅವರೇ, ಶಶಿಧನ್ ಅವರೇ, ಶಾಹಜಾನ್ ಅವರೇ, ಬಿಜು ಅವರೇ, ಸಜೀವ್ ಕುಮಾರ್ ಅವರೇ, ಕೃಷ್ಣ ಕುಮಾರ್ ಅವರೇ, ಇಲ್ಲಿ ನೆರೆದಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಸುವರ್ಣ ಕರ್ನಾಟಕ ಕೇರಳ ಸಮಾಜಿನ ಎಲ್ಲ ಫ್ಯಾಮಿಲೀಸ್ನ ಹಿರಿಯರು, ಅಣ್ಣ ತಮ್ಮಂದರು, ತಾಯಂದರು, ಎಲ್ಲ ಮೆಂಬರ್ಸ್ಗೆ ನಾನು ಮೊದಲನೇದಾಗಿ ತಡವಾಗಿ ಹ್ಯಾಪಿ ನ್ಯೂ ಇಯರ್ ಹೇಳ್ತಾ, ಅದೇ ರೀತಿಯಾಗಿ ಏನು ಇನ್ನು 2 ದಿವಸದಲ್ಲಿ ಪೊಂಗಲ್ ಬರ್ತಾ ಇದೆ, ಪೊಂಗಲ್ ವಿಶಸ್ಸನ್ನು ತಮ್ಮೆಲ್ಲರಿಗೂ ತಿಳಿಸುತ್ತಾ ನನಗೆ ತುಂಬ ಸಂತೋಷ ಆಗ್ತದೆ. ನಮ್ಮ ಭಾಗದಲ್ಲಿ ಈಸ್ಟ್ ಜೋನ್ ಸುವರ್ಣ ಕರ್ನಾಟಕ ಕೇರಳ ಸಮಾಜ ಸುಮಾರು 13 ವರ್ಷಗಳ ಹಿಂದೆ ಪ್ರಾರಂಭ ಆಗಿ ಪ್ರತಿ ವರ್ಷ ಕೇರಳ ರಾಜ್ಯದಲ್ಲಿ ನನಗೆ ತಿಳಿದ ಮಟ್ಟಿಗೆ 14 ಡಿಸ್ಟ್ರಿಕ್ಟ್ಸ್ ಇದೆ. 14 ಡಿಸ್ಟ್ರಿಕ್ಟ್ನ ಜನ ಇವತ್ತು ಬೆಂಗಳೂರು ನಗರದಲ್ಲಿ ವಾಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ನಮ್ಮ ಈಸ್ಟ್ ಬ್ಯಾಂಗ್ಳೂರು ಈಸ್ಟಲ್ಲೂ ವಾಸ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಎಲ್ಲರೂ ಸೇರಿಸಿ ಒಂದೇ ಫ್ಯಾಮಿಲಿ ರೀತಿಯಾಗಿ ಪ್ರತಿ ವರ್ಷ ಫ್ಯಾಮಿಲಿ ಗೆಟ್ ಟುಗೆದರ್ ಮಾಡುವಂಥದ್ದನ್ನ ನಾನು ಪ್ರತಿ ವರ್ಷ ನೋಡ್ತಾ ಇದ್ದೀನಿ. ಅದಕ್ಕೆಲ್ಲ ಸುವರ್ಣ ಕರ್ನಾಟಕ ಕೇರಳ ಸಮಾಜಂನ ಎಲ್ಲ ಪ್ರೆಸಿಡೆಂಟ್ ಮತ್ತು ಆಫೀಸ್ ಬೇರರ್ಸ್ನ ನಾನು ಅಭಿನಂದನೆ ಮಾಡಕ್ಕೆ ಇಚ್ಛೆಪಡ್ತೀನಿ. ಸುವರ್ಣ ಕರ್ನಾಟಕ ಸಮಾಜವನ್ನ ಈ ಭಾಗದ ಇಲ್ಲಿ ಏನು ಪ್ರಾರಂಭ ಆಯಿತು ಅಲ್ಲಿಂದ ಇಲ್ಲಿವರೆಗೂ ಬರೀ ಫ್ಯಾಮಿಲಿ ಗೆಟ್ ಟುಗೆದರ್ ಅಲ್ಲ, ಸೋಷಿಯಲ್ ಸರ್ವಿಸ್ ಅನ್ನ ಸಹ ಮಾಡ್ತಾ ಇರ್ತಕ್ಕಂಥದ್ದು ಒಂದು ಹೆಮ್ಮೆಯ ವಿಷಯ ಅಂತ ಹೇಳಕ್ಕೆ ಇಚ್ಛಪಡ್ತೀನಿ. ಸುವರ್ಣ ಕರ್ನಾಟಕದವರು ಬರೀ ಕೇರಳ ಜನಕ್ಕಲ್ಲ, ಸುಮಾರು 8 ವರ್ಷಗಳ ಹಿಂದೆ ನನ್ನ ವಾರ್ಡ್ನಲ್ಲಿ ರಾಮಯ್ಯ ಲೇಔಟ್ನಲ್ಲಿ ಒಂದು ಕ್ಲಿನಿಕ್ ಅನ್ನ ಪ್ರಾರಂಭ ಮಾಡಿ ಅಂದಿನಿಂದ ಇಲ್ಲಿವರೆಗೂ ಫ್ರೀ ಟ್ರೀಟ್ಮೆಂಟ್ ಕೊಡ್ತಾ ಇರ್ತಕ್ಕಂಥದ್ದು ನಿಜಕ್ಕೂ ನಾನು ಇವತ್ತು ಈ ಭಾಗದ ಜನತೆಯ ಪರವಾಗಿ ಸುವರ್ಣ ಕರ್ನಾಟಕ ಕೇರಳ ಸಮಾಜವನ್ನು ನಾನು ಅಭಿನಂದನೆ ಮಾಡಕ್ಕೆ ಇಚ್ಛಪಡ್ತೀನಿ. ಈಗ ಸರ್ಕಾರ ಪ್ರತಿ ವಾರ್ಡಲ್ಲಿ ನಮ್ಮ ಕ್ಲಿನಿಕ್ ಅನ್ನು ಪ್ರಾರಂಭ ಮಾಡಿದೆ. 3 years ಬ್ಯಾಕ್ ನಮ್ಮ ಕ್ಲಿನಿಕ್ ಅಂದ್ಬಿಟ್ಟು ಬೆಂಗಳೂರಿನ ಪ್ರತಿಯೊಂದು ವಾರ್ಡಲ್ಲಿ ಪ್ರಾರಂಭ ಮಾಡಿದೆ. ಆದರೆ 8 ವರ್ಷಗಳ ಹಿಂದೆ ಬೆಂಗಳೂರು ನಗರದಲ್ಲಿ ಸುವರ್ಣ ಕರ್ನಾಟಕ ಕೇರಳ ಸಮಾಜದವರು ನಮ್ಮ ಕ್ಲಿನಿಕ್ ಮಾದರಿಯಲ್ಲಿ ಬಡವರಿಗಾಗಿ
ಫ್ರೀ ಮೆಡಿಕಲ್ ಚೆಕಪ್ ಮಾಡಿ ಟ್ರೀಟ್ಮೆಂಟ್ ಕೊಡತಕ್ಕಂಥದ್ದು ಮಾಡಿರುವುದು ಸುವರ್ಣ ಕರ್ನಾಟಕ ಕೇರಳ ಸಮಾಜ ಅಂದ್ಬಿಟ್ಟು ನಾನು ಅವ್ರನ್ನ ಅಭಿನಂದನೆ ಮಾಡಕ್ಕೆ ಇಚ್ಛೆ ಪಡ್ತೀನಿ. ಜೊತೆಗೆ ಡಾಕ್ಟರ್ ರಜನಿ ಸತೀಶ್ ಅವ್ರನ್ನ ನಾನು ಅಭಿನಂದನೆ ಮಾಡಕ್ಕೆ ಇಚ್ಛೆ ಪಡ್ತೀನಿ. 8 ವರ್ಷಗಳಿಂದ ಡಾಕ್ಟರ್ ಅವರು ನಮ್ಮ ಭಾಗದ ಜನಗಳಿಗೆ ಟ್ರೀಟ್ಮೆಂಟ್ ಕೊಡುವ ಮುಖಾಂತರ ಒಳ್ಳೆಯ ಸೋಷಿಯಲ್ ಸರ್ವಿಸ್ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಅವರು ಡಾಕ್ಟರ್ ಯಾವುದಾದ್ರೂ ನರ್ಸಿಂಗ್ ಹೋಮು ಅವರೇ ಪ್ರಾರಂಭ ಮಾಡ್ಬೋದು, ಇಲ್ಲ ಯಾವುದಾದ್ರೂ ನರ್ಸಿಂಗ್ ಹೋಮ್ಗಳಿಗೆ ಹೋದರೆ ಅವ್ರಿಗೆ ಪ್ರತಿ ತಿಂಗಳು ಲಕ್ಷಾಂತರ ರೂಪಾಯಿ ಸಂಬಳ ಬರ್ತದೆ. ಆದರೆ ಸಮಾಜ ಸೇವೆ ಮಾಡೋ ಮುಖಾಂತರ ಸೋಷಿಯಲ್ ಸರ್ವಿಸ್ ಮಾಡ್ತಕ್ಕಂಥದ್ದು ನಿಜಕ್ಕೂ ಬರೀ ಕೇರಳ ಸಮಾಜ ಪರವಾಗಿಲ್ಲ, ನಮ್ಮ ಈ ಭಾಗದ ಎಲ್ಲ ಜನತೆ ಪರವಾಗಿ ಅವರಿಗೆ ಮತ್ತೊಮ್ಮೆ ನಾನು ಅಭಿನಂದನೆ ಮಾಡ್ತೀನಿ. ನಾನು ಈ ಸಮಯದಲ್ಲಿ ಹೇಳಕ್ಕೆ ಇಚ್ಛೆ ಪಡ್ತೀನಿ. ಒಂದನ್ನ ನಾವು ನೆನ್ಪಿಟ್ಕೊಳ್ಬೇಕಾಗ್ತದೆ. ಆದರೆ ಸುವರ್ಣ ಕರ್ನಾಟಕ ಕೇರಳ ಸಮಾಜದವರು ಆ ದಿಶೆಯಲ್ಲಿ ಎಲ್ಲರಿಗೂ ಮಾದರಿಯಾಗಿ ಮಾಡಲಾಗಿ ಇವತ್ತು ನಡೀತಾ ಇದ್ದಾರೆ. ಆದರೂ ಸಹ ಅಮೆರಿಕನ್ ಹಿಂದಿನ ಅಧ್ಯಕ್ಷ ಅಂತ ಜಾನ್ ಎಫ್ ಕೆನಡಿ ಅವರು ಒಂದು ಮಾತನ್ನ ಹೇಳಿದ್ದಾರೆ. ದೇಶ ನಮಗೆ ಏನು ಕೊಟ್ಟಿದೆ ಅನ್ನೋದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ದೇಶಕ್ಕೆ ನಮ್ಮ ಕೊಡುಗೆ ಏನು ಅಂದ್ಬಿಟ್ಟು ನಾವು ಪ್ರತಿಯೊಬ್ಬರು ಅಮೆರಿಕನ್ಸು ತಿಳ್ಕೊಬೇಕು ಅಂದ್ಬಿಟ್ಟು ಅಮೆರಿಕದಲ್ಲಿ ಜಾನ್ ಎಫ್ ಕೆನಡಿ ಅವರು ಹೇಳಿದರು. ಅದೇ ರೀತಿಯಾಗಿ ಇವತ್ತು ಸುವರ್ಣ ಕೇರಳ ಸಮಾಜದವರು ಏನು ಒಳ್ಳೆಯ ಒಂದು ಸರ್ವಿಸ್ ಅನ್ನ ಕೊಡ್ತಾ ಇದ್ದಾರೆ, ಅವ್ರಿಗೆ ಬೆಂಬಲವಾಗಿ ನಾವೆಲ್ಲರೂ ಅವ್ರ ಜೊತೆ ಸೇರಿ ಇನ್ನೂ ಹೆಚ್ಚಿನ ಅಭಿವೃದ್ಧಿಗೆ ನಾವೆಲ್ಲ ಸುವರ್ಣ ಕರ್ನಾಟಕ ಕೇರಳ ಸಮಾಜದವ್ರಿಗೆ ನಾವೆಲ್ಲ ಹೆಲ್ಪ್ ಮಾಡಿದ್ರೆ ನಮ್ಮ ಭಾಗದ ಜನತೆಗೆ ಇನ್ನೂ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ಒಳ್ಳೇದಾಗ್ತದೆ ಅಂತ ಹೇಳ್ತಾ ಮತ್ತೊಮ್ಮೆ ನನ್ನ ಆತ್ಮೀಯರಾದಂಥ ಸಾಂಗಿ ಪ್ರಸಾದ್ ಅವರನ್ನ ನಾನು ಅಭಿನಂದನೆ ಮಾಡ್ತೀನಿ. ಅವರು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಇಲ್ಲ. ಸಾಂಗಿ ಪ್ರಸಾದ್ ಅವರು ಈ ಭಾಗದಲ್ಲಿ ತುಂಬಾ ಒಳ್ಳೆಯ ಸಮಾಜ ಸೇವೆ ಮಾಡಿದ್ದಾರೆ. ಅವ್ರಿಗೆ ತಮ್ಮ ಮುಖಾಂತರ ಅವ್ರಿಗೂ ಸಹ ನಾನು ಅಭಿನಂದನೆ ಮಾಡ್ತಾ, ಎಲ್ಲ ಫ್ಯಾಮಿಲಿ ಗೆಟ್ ಟುಗೆದರ್ ಸೇರಿದ್ದೀರಾ, ಇನ್ನೂ ತಡವಾಗಿ ಬರ್ಬೋದು, ಇನ್ನೂ ಸಂಖ್ಯೆ ಕಮ್ಮಿ ಇದೆ. ಇನ್ನೂ ಕಲ್ಚರಲ್ ಪ್ರೋಗ್ರಾಮ್ ಇವತ್ತೆಲ್ಲ ಕಂಟಿನ್ಯೂ ಆಗ್ತದೆ. ಎಲ್ಲ ಸುವರ್ಣ ಕರ್ನಾಟಕ ಕೇರಳ ಸಮಾಜದ ಎಲ್ಲ ಫ್ಯಾಮಿಲೀಸ್ಗೆ ನಾನು ವಂದಿಸ್ತಾ, ನಮ್ಮ ದೇಶ ಇವತ್ತು ಇಡೀ ವರ್ಲ್ಡಲ್ಲಿ ನಂಬರ್ 1 ಆಗೋ ರೀತಿಯಲ್ಲಿ ಹೋಗ್ತಾ ಇದೆ. ಇವತ್ತು ಕೇರಳ ಎಲ್ಲರಿಗಿಂತ ಹೆಚ್ಚಾಗಿ ಕೇರಳ ಜನ ಇವತ್ತು ಎಜುಕೇಶನ್ ಫೀಲ್ಡಲ್ಲಿ ತುಂಬ ಕೊಡುಗೆಯನ್ನು ಈ ದೇಶಕ್ಕೆ ಕೊಟ್ಟಿದ್ದಾನೆ. ಅದೇ ರೀತಿಯಾಗಿ ಇಡೀ ಇಂಡಿಯಾದಲ್ಲಿ ಎಜುಕೇಟೆಡ್ಸ್ ಯಾರಾದರೂ ಜಾಸ್ತಿ ಇದ್ದಾರೆ ಅಂದರೆ ಅದು ಕೇರಳದವರು. ಕೇರಳ ಜನ ತುಂಬ ಬುದ್ಧಿವಂತರು ಅಂದ್ಬಿಟ್ಟು ನಾನಂತೂ ಕೇಳ್ಕೊಂಡಿದ್ದೀನಿ. ಆದರೆ ಒಂದರಲ್ಲಿ ಕೇರಳದವರು ಯಾಮಾರ್ತಾ ಇದ್ದಾರೆ, ಅದನ್ನ ನಿಮಗೆ ಬಿಡ್ತೀನಿ, ಯಾವುದರಲ್ಲಿ ಯಾಮಾರ್ತಾ ಇದ್ದೀರಾ ಅಂದ್ಬಿಟ್ಟು ಅದನ್ನ ನಾನು ಬಿಡಿಸಿ ಹೇಳಕ್ ಹೋಗೋದಿಲ್ಲ. ಕೇರಳ ಪಾಪ್ಯುಲೇಷನ್ ಇವತ್ತು ಯಾವ ರೀತಿ ಹೋಗ್ತಾ ಇದೆ ಅದು ನಿಮ್ಗೆ ಬಿಡ್ತೀನಿ. ಅದನ್ನ ಯಾವ ರೀತಿ ಕಂಟ್ರೋಲ್ ಮಾಡಬೇಕು ಅದನ್ನ ನೀವೇ ಯೋಚನೆ ಮಾಡಿ. ಅದನ್ನ ನಾನು ಬಿಡಿಸಿ ಹೇಳೋದಕ್ಕೆ ಹೋಗೋದಿಲ್ಲ. ಎಲ್ಲ ಸಮಾಜದ ಎಲ್ಲ ಇಲ್ಲಿರ್ತಕ್ಕಂಥ ಎಲ್ಲ ಫ್ಯಾಮಿಲೀಸು ಒಳ್ಳೇದಾಗಿ ಮುಂದಿನ ದಿನಗಳಲ್ಲಿ ನಿಮ್ಮ ಕೇರಳ ಸಮಾಜದವರಿಂದ ನೀವು ಈ ಭಾಗದಲ್ಲಿ ಇನ್ನೂ ಬಡವರಿಗೆ ಒಳ್ಳೆಯದಾಗುವಂಥ ಶಕ್ತಿ ದೇವರು ಎಲ್ಲರಿಗೂ ನೀಡಲಿ ಅಂದ್ಬಿಟ್ಟು ನಾನು ಹೇಳುತ್ತಾ ಎಲ್ಲರಿಗೂ ಮತ್ತೊಮ್ಮೆ ನಾನು ಅಭಿನಂದಿಸ್ತಾ ನನ್ನ 2 ಮಾತು ಮುಗಿಸ್ತೀನಿ. ನಮಸ್ಕಾರ. Valuable words. I would like to invite East Zone Chairman Bahulian sir to honor Padmanabh Reddy sir. Invite Prabhakaran sir and Mrs. Prabhakaran, the senior most member of East Zone, for his invaluable service to this organization. We are always grateful to you. Prabhakaran sir and Mrs. Prabhakaran sir, onto the stage please. Prabhakaran sir and Mrs. Prabhakaran, the senior most member of East Zone, for his invaluable service to the organization. We are always grateful for you.
I would request all of you to please remain silent. Mr. Prabhakaran sir and Mrs. Prabhakaran are the senior most member of East Zone. So, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും from day one they have been a support. So, I would request all of you to give a round applause for their invaluable service to the organization. We are always grateful to you, sir and madam. നല്ലൊരു കൈയടി കൊടുക്കാം. ഞാൻ കയ്യടിക്ക് GST ടാക്സ് ഒന്നും ചാർജ് ചെയ്യാറില്ല. അപ്പൊ മനസ്സറിഞ്ഞ് നല്ല കയ്യടി കൊടുക്കാം എല്ലാരും. ഞാൻ മാത്രമല്ല, അസോസിയേഷൻ ആരും ചാർജ് ചെയ്യാറില്ല കയ്യടിക്ക്. Thank you so much. So, അടുത്തതായി I would like to invite Sir A.R. Rajendran sir. എല്ലാവർക്കും നമസ്കാരം. സുവർണ ക്ലിനിക്കിന്റെ 8ാമത്തെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഇന്നിവിടെ നടത്തുന്ന ഈസ്റ്റ് സോണിന്റെ കുടുംബ സംഗമം പരിപാടിയിലേക്ക് എത്തിച്ചേർന്നവർക്കും ഇത് നടത്തുവാനായി മുമ്പോട്ട് വന്ന ഈസ്റ്റ് സോണിന്റെ ഭാരവാഹികൾക്കും ആദ്യമായി ഞാൻ ആശംസകൾ നേരുന്നു. 2025 ആദ്യത്തെ പരിപാടിയാണ് സുവർണയുടെ എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം 4-ാം തീയതി ഡിസ്ട്രിക്ട് കമ്മിറ്റി ഒരു ന്യൂ ഇയർ പരിപാടി ചെറിയ തോതിൽ നടത്തി. അതിൽ കഴിഞ്ഞാൽ 25 ആദ്യത്തെ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ടൊരു ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. ഈ 2025 എല്ലാ സോണുകളിലും ഇതേപോലെയുള്ള സുവർണ സംഗമങ്ങൾ കുടുംബ സംഗമങ്ങൾ നടത്തണം. കാരണം സുവർണ കർണാടക കേരള സമാജത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടമായി തന്നെ ഈ 2025 നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. ഒട്ടനവധി പ്രൊജക്റ്റുകളുമായിട്ടാണ് സുവർണ കർണാടക കേരള സമാജം ഈ 2025 വരവേറ്റിരിക്കുന്നത്. അത് വിജയിപ്പിക്കുക എന്നാൽ നമ്മളെല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ മാത്രമേ ആ പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഏകദേശം 1000 മെമ്പർമാരെല്ലാം അടങ്ങുന്ന വാട്സപ്പ് കൂട്ടായ്മകളും മറ്റും റെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുവർണ ഭവനം പദ്ധതിയുമായിട്ടാണ് ഇന്ന് സുവർണ കർണാടക കേരള സമാജം മുമ്പോട്ട് വന്നിരിക്കുന്നത്. വളരെ പാവപ്പെട്ട, അതായത് ഒരു വീട് എന്നത് സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്ത സാധാരണക്കാരെ മുമ്പോട്ട് കൊണ്ടുവന്ന് അവർക്കൊരു വീട് കെട്ടിക്കൊടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ്. 10,000 മെമ്പർമാരുള്ള നമ്മളുടെ സംഘടന പോലെയുള്ള ഒരു സംഘടനയ്ക്ക് കുറച്ച് പാവപ്പെട്ടവർക്ക് ഇതേപോലെ ഒരു വീട് കെട്ടിക്കൊടുക്കുക എന്നത് വലിയൊരു കാര്യമൊന്നുമല്ല. നമ്മൾ ഓരോരുത്തരും നമ്മളിലാവുന്ന സഹായങ്ങൾ മാത്രം, അത് 500 രൂപയാകാം, 1000 രൂപയാകാം, എത്ര തന്നെ ആയാലും
ആ ഒരു എമൗണ്ടിന് ഒരാൾക്ക് ഒരു വീട് കെട്ടുന്നതിന് സഹായമാവുമെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാനായിട്ട് അതിൻ്റെ ചെയർമാനും കൺവീനറും നമ്മുടെ ബിജു കോലക്കുടി സാറ്, ശശിയേട്ടൻ, സുവർണയുടെ കോർഡിനേറ്റർ, അങ്ങനെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരും തന്നെ ഇനി സംസാരിക്കാനുണ്ട്. അവരെല്ലാവരും മുമ്പോട്ടുള്ള ഇങ്ങനെയുള്ള കുടുംബ ഭവന പദ്ധതിയുടെ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ചെയർമാനും കൺവീനറും എല്ലാം വിശദമായി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഈ കുടുംബ സംഗമം, കുടുംബം എന്ന് പറയുന്നത് തന്നെ എല്ലാവരും പറയും കൂടുമ്പോഴുള്ള ഒരു ഇമ്പമാണ് എന്ന്. അപ്പം നമ്മളെല്ലാവരും ഇന്ന് ഈ ഹാളിൽ ഒത്തുചേർന്നു. ഈസ്റ്റ് സോണിൻ്റെ മെമ്പർമാരാണ് ഇതിൽ കൂടുതലും ഉള്ളത്. എല്ലാവരെയും പരസ്പരം കാണുവാനും സംസാരിക്കുവാനും അതിലെല്ലാം ഉപരി നമ്മുടെ കുട്ടികൾക്ക് പരസ്പരം പരിചയപ്പെടുവാനുമുള്ള ഒരു അവസരം. അതാണ് നമ്മളുടെ ഇമ്പം, കൂടുമ്പോഴുള്ള ഇമ്പം എന്നുള്ളത്. അതായത് നമ്മളുടെ സ്നേഹം നമ്മൾ പരസ്പരം കൈമാറുന്നത്, പരസ്പരം നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ഈ സുവർണ കർണാടക എന്ന കുടുംബത്തിൽ കൂടി. ഇല്ലെങ്കിൽ പിന്നെ ഈ സംഘടനകൾ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ പരസ്പരം അറിയുകയും ആരുടെയെങ്കിലും എല്ലാം കഷ്ടങ്ങളിൽ നമ്മളെല്ലാവരും പങ്കാളികളാവുകയും ആ രീതിയിൽ അവരെ സഹായിക്കാൻ സാധിക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ്. പരസ്പരം നമുക്ക് പരിചയപ്പെടുവാനും സാഹോദര്യം നിലനിർത്തുവാനും നമുക്ക് പറ്റുന്ന ഇങ്ങനെയുള്ള കുടുംബ സംഗമങ്ങളിൽ കൂടിയാണ്. പരസ്പരം സ്നേഹിക്കുക, അതാണ്. നമ്മൾ കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് പറയും. ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം. ചില വീട്ടിൽ ചില അച്ഛന്മാരുണ്ട് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന മക്കളുടെ അടുത്ത് സ്നേഹം അവരോട് കാണിച്ചാൽ അവർ തലേ കയറി ഇറങ്ങുമെന്ന് പറയും ചിലത്. പക്ഷെ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കണം. ആ പ്രകടനത്തിലൂടെ നമുക്ക് തിരിച്ച് സ്നേഹം കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പം പരസ്പരം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും ഈഗോകൾ മാറ്റിവെച്ചുകൊണ്ട് കൂട്ടുകൂടുവാനുള്ള ഒരു മനസ്സുണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മൈസൂരിലൊരു ഹോട്ടലുണ്ട് മലയാളികളുടെ. അവിടെ ഒരു ചായ കുടിക്കുന്നതിന് വേണ്ടി ആ റൂട്ടിൽ പോയപ്പോൾ നിർത്തിയതാണ്. അപ്പം ഏതോ ഒരു ഫാമിലി ബൈക്കിൽ വന്ന്, ഒരു ബുള്ളറ്റിൽ വന്ന് നിർത്തി, ബൈക്ക് കൊണ്ട് നിർത്തി. ബാക്കിൽ ഒരു സ്ത്രീയാണ്, അവരുടെ ഹസ്ബൻഡാണെന്ന് തോന്നുന്നു വണ്ടി ഓടിക്കുന്നത്. രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഈ സ്ത്രീയുടെ കയ്യിൽ 2 ബാഗുണ്ട്. എവിടെയോ ടൂർ പോകുന്ന പോലെയുണ്ട്, ഇല്ലെങ്കിൽ എവിടെയോ നാട്ടിൽ പോകുമായിരിക്കാം, അറിയില്ല. മലയാളികളാണ്, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പം നല്ല വെയിറ്റുള്ള ബാഗ് ആയതിനാൽ ഈ സ്ത്രീ ആ ബാഗ് ഇറങ്ങിയ വഴി ബാഗ് തോളയിലെടുത്ത് സൈഡിൽ കൊണ്ട് വെച്ചിട്ട് ഒരു മൂലയിൽ പോയി ഇരുന്നു. ഇദ്ദേഹം അവരിറക്കിയിട്ട് വണ്ടി സൈഡിൽ കൊണ്ട് നിർത്തിയിട്ട് പുള്ളി ഇറങ്ങി. ഇവരെ നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പം അകത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ ആ ഉള്ളിൽ മൂലയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല സൗണ്ടിൽ, ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുക, നല്ല സൗണ്ടിൽ ചോദിക്കുക, ഇതെന്താ അവിടെ എന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചു. അവിടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു അങ്ങോട്ട്. അപ്പം എല്ലാവരും ഈ സ്ത്രീയെ നോക്കിയോളെ. അവരാകെ വല്ലാതെ ഇച്ചിരി ഒച്ചയിലായി പുള്ളിക്കാരൻ ചോദിച്ചത്. അപ്പോൾ ഉടനെ അവർ പറഞ്ഞില്ല, അവിടെ ഇവിടെ ആകുമ്പം ഇങ്ങനെ ഈ സൈഡിൽ വന്നിരിക്കാമല്ലോ എന്ന് വിചാരിച്ചു, അങ്ങനെ ഇങ്ങനെ വന്നതാ. വളരെ മര്യാദയിൽ എഴുന്നേറ്റ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. അപ്പം തന്നെ ഈ പുള്ളിക്കാരൻ ചോദിക്കണം, അതെന്താ അവിടെ വല്ല AC ഉണ്ടോ ആ മുലയിലോട്ട് പോകാനും? ഒച്ചയിലാ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ അന്നേരം ഇരുന്ന് കസേരയിട്ട് അങ്ങേരുടെ തലക്കൊരു അടി കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്.
പിന്നെ അവരുടെ കുടുംബകാര്യങ്ങളിൽ നമുക്ക് ഇടപെടാൻ പറ്റിയല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ആധികാരികത മനുഷ്യൻ പ്രകടിപ്പിക്കുന്നതിലല്ല, നമ്മൾ പരസ്പരം, അത് ഭാര്യയോടായാലും മക്കളോടായാലും, നമ്മളൊക്കെ എവിടുന്നോ കേരളത്തിൽ പല മൂലകളിൽ നിന്ന് നിന്ന് ഇന്നിവിടെ കൂടിച്ചേരുവാനായി ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നു. ആ അനുഗ്രഹത്തെ വാനോളം നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ആ അനുഗ്രഹത്തെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ട് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. അവിടെ AC ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ആ സ്ത്രീ എഴുന്നേറ്റ് പുള്ളിയുടെ അടുത്ത് വന്നിരുന്നു. പുള്ളി 2 ചായ പറഞ്ഞു. ആ ബാഗ് കൈ പിടിച്ച് തന്നെ ആ ചായ കുടിച്ചിട്ട് അവർ ബൈക്കിൽ കയറി പോയി. അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ സംസാരിച്ചപ്പോൾ അവർക്കുണ്ടായ ഒരു വേദന എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ സ്നേഹം ഇല്ലെങ്കിൽ ആഠിത്യമല്ല ഇത്. നമ്മൾ പരസ്പരം വളരെ കൂളായി മിതമായി സംസാരിച്ച് പരസ്പരം സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാക്കുക. മക്കളോടായിക്കോട്ടെ, ഭാര്യയോടായിക്കോട്ടെ, അച്ഛനോടായിക്കോട്ടെ, അമ്മയോടായിക്കോട്ടെ. നമ്മുടെ സുഹൃത്തുക്കള് നമ്മളെല്ലാവരും തമ്മിലാവട്ടെ. എല്ലാവരും സ്നേഹിച്ചും സാഹോദര്യത്തിലും വന്ന് ഇന്ന് ഈ സുവർണ്ണ കർണാടക കേരള സമാജത്തിന്റെ ഈസ്റ്റ് സോണിന്റെ എല്ലാ മെമ്പർമാരും മുമ്പോട്ട് എല്ലാ സോണിലുള്ളവരുമായി പങ്കെടുത്തും എല്ലാവരുമായിട്ട് സഹകരിച്ച് നമ്മളെല്ലാവരും ഒത്തിരി മലയാളികൾ ഈ ബാംഗ്ലൂരിലുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാഹോദര്യം നിലനിർത്തണമെന്ന് മാത്രം ഞാൻ ഈ ന്യൂ ഇയറിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ജനുവരിയിൽ തന്നെയുള്ള ഈ പരിപാടിയിൽ ഈ വർഷം നമ്മളെല്ലാവരും ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകണം. മുമ്പ് അങ്ങനെയല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എങ്കിൽ പോലും മുമ്പോട്ട് നമ്മളെല്ലാവരും ഒന്നിക്കുകയും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം സുവർണ്ണ കർണാടകയിലൂടെ മുമ്പോട്ട് പോകണമെന്നും അതിലൂടെ നമ്മുടെ ഭവന പദ്ധതികളും എല്ലാ പദ്ധതികളും ചെറിയ ചെറിയ പൈസകൾ കൊടുത്തുകൊണ്ട് നമ്മൾ 10,000 മെമ്പർമാർ ചെറിയ ചെറിയ പൈസകൾ ഇട്ടാലും നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്ര വലിയൊരു സംഘടനയാണ് നമ്മളുടേത്. അത്ര കരുത്തുള്ള സംഘടനയാണ്. ഒത്തിരി കരുത്തുള്ളവന്മാർ നമ്മളുടെ നേതൃത്വത്തിൽ നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും ചേർത്തിണക്കി ഇന്ന് ഈ പരിപാടി നടത്തിയതിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you, Rajendran sir, for such wonderful words. I would like to invite Sir John Abraham, Vice Chairman, East Zone, to do the honoring for Rajendran sir. Shri Santosh Taikatil sir, SKKS District President, to address the gathering. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ SKKS ഈസ്റ്റ് സോണിൻ്റെ ചെയർമാൻ ബാലേട്ടൻ, SKKSന്റെ ബഹുമാനായ ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ, ഡിസ്ട്രിക്ട് സെക്രട്ടറി KS മഞ്ജുനാഥ്, സുവർണ ക്ലിനിക്കിൻ്റെ എല്ലാമായ ഡോക്ടർ രജനി സതീഷ്, ഈസ്റ്റ് സോണിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഏറ്റവും ബഹുമാനായ ബൈജേട്ടൻ, കൺവീനർ ബിജു ജോസഫ്, ലേഡീസ് വിങ്ങിൻ്റെ ചെയർപേഴ്സൺ മായ കൃഷ്ണകുമാർ, കേരള സഭ മെമ്പറും വ്യക്തിപരമായി ഒരു സഹോദര തുല്യൻ കൂടിയായ ശശിയേട്ടൻ, പ്രിയങ്കരനായ ഷാജേട്ടൻ, സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ബിജു കോരംകുഴി സർ, ഈ സോണിൻ്റെ
വർക്കിംഗ് ചെയർമാൻ കൂടിയായിട്ടുള്ള സജീവേട്ടൻ, ഡിസ്ട്രിക്റ്റിൻ്റെ വൈസ് പ്രസിഡന്റ് രാജുവേട്ടൻ, ട്രഷറർ ഫ്രാൻസേട്ടൻ, മറ്റ് ഈസ്റ്റ് സോണിൻ്റെ പ്രഗത്ഭരായ നേതാക്കൾ പ്രസാദേട്ടനെ പോലെയുള്ളവർ, അജിത്തേട്ടനെ പോലെയുള്ളവർ, സ്റ്റേറ്റിൻ്റെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ രമേശ് ചേട്ടനെ പോലെയുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ കുടുംബ സംഗമത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു പുതുവത്സരാശംസകൾ നേരുന്നു. നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷകളിലൂടെ ഈ വർഷത്തെ വരവേറ്റവരാണ്. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു വർഷമായി തീരട്ടെ ഈ വർഷമെന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാ നന്മകളും സർവശക്തനായ ജഗദീശ്വരൻ ചൊരിമാരാകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമുക്കറിയാം, ജീവിതത്തിന്റെ വഴിത്താരകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകേണ്ടി വന്ന ഒരു സമൂഹം നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, അവർക്കൊരു കൈത്താങ്ങായി മുന്നോട്ട് വരിക എന്നതായിരുന്നു ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2024 അവസാനത്തോടു കൂടി സുവർണ കർണാടക കേരള സമാജം മുന്നോട്ട് വെച്ചത്. ബഹുമാനായ ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഒരു വീടില്ലാത്തവർക്ക്, കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു വീട് എന്നുള്ള സങ്കല്പത്തിലേക്ക്, സ്വപ്നത്തിലേക്ക്, അവരുടെ ജീവിതത്തിൽ നിറം മങ്ങിപ്പോയ നിമിഷങ്ങളെ നിറങ്ങൾ ചാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി സുവർണ കർണാടക കേരള സമാജം ഒരു കൈത്താങ്ങാവുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് സുവർണ ഭവനം എന്ന ഒരു ക്ഷേമ പദ്ധതി മുന്നോട്ട് വെച്ചത്. അതിന്റെ പ്രവർത്തനങ്ങളുമായി ഈ സംഘടനയിലെ ഓരോ വ്യക്തികളും അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് സുവർണ ഭവനത്തിന് തുടക്കം കുറിച്ചത്. അതിന്റെ ഭാഗമായി കുപ്പത്ത് നമ്മളൊരു വീട് വെച്ചു കൊടുക്കുകയുണ്ടായി. അതിന്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് സുവർണ ഭവനം എന്ന പദ്ധതി വീണ്ടും ശക്തിയോടുകൂടി തന്നെ പുതിയതായി വന്ന ഭരണസമിതി ഏറ്റെടുക്കുകയും 1 നിന്ന് 100 വീടുകളെങ്കിലും നമുക്ക് ഈ ബാംഗ്ലൂരിൽ കഷ്ടത അനുഭവിക്കുന്ന ഏറ്റവും നിരാലംബരായവർക്ക് വെച്ചു കൊടുക്കാൻ സാധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു വലിയ ആശയം മുന്നോട്ട് വെച്ചു. നമുക്കറിയാം, കൊത്തനൂർ സോൺ അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു വീട് ഇന്ന് നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അടുത്ത മാസം ഫെബ്രുവരി 15-ാം തീയതി ബഹുമാനായ MLA-യുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ആ വീടിന്റെ താക്കോൽദാനവും നമ്മൾ നിർവഹിക്കും എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയുന്നുണ്ട്. എപ്പോഴെല്ലാം ബാംഗ്ലൂരിലെ ജനങ്ങൾ, ബാംഗ്ലൂരിലെ മലയാളി സമൂഹം കഷ്ടതയിലൂടെ, വിഷമതകളിലൂടെ കടന്നുപോയിട്ടുണ്ടോ, അപ്പോഴെല്ലാം ഒരു ആശ്വാസത്തിന്റെ അത്താണിയായി സുവർണ കർണാടക കേരള സമാജം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. അത് കരുത്ത് കാണിക്കേണ്ടയിടത്താണെങ്കിൽ അത്യാവശ്യം കരുത്ത് കാണിച്ചുകൊണ്ട് തന്നെ അവരുടെ കഷ്ടതകളിൽ അവർക്കൊരു താങ്ങായി, തണലായി നിൽക്കുവാൻ സുവർണ കർണാടക കേരള സമാജത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ എല്ലാവരെയും അഭിമാനത്തിൽ നിർത്തുന്ന ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെയാണ് സുവർണ കർണാടക കേരള സമാജത്തിന്റെ ഈസ്റ്റ് സോൺ കഴിഞ്ഞ 8 വർഷങ്ങളായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സുവർണ ക്ലിനിക്. ഓരോ സുവർണ കർണാടകയിലെ മെമ്പർക്കും അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു സ്ഥാപനമാണ് അത്. അതിലേറ്റവും എടുത്തു പറയേണ്ടതാണ് എനിക്ക് മുന്നേ ഇവിടെ പ്രസംഗിച്ചു പോയ എല്ലാവരും സൂചിപ്പിച്ച ഒരേ ഒരു കാര്യം. അത് നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായ, ഏറ്റവും സ്നേഹസമ്പന്നയായ, ഏറ്റവും അനുകമ്പയോടുകൂടി അവിടെ വരുന്ന എല്ലാവരെയും അനുകമ്പയുടെ കണ്ണുകളോടുകൂടി, സ്നേഹത്തോടുകൂടി അവരെ പരിചരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ ഡോക്ടർ രജനി മേഡത്തെ കുറിച്ച് പറയാതെ ഈ വേദിയിൽ നിന്ന് കടന്നു പോകാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ പറയുന്നത് എൻ്റെ തന്നെ അനുഭവത്തിൽ നിന്നാണ്, എൻ്റെ തന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ്.
മേഡത്തെ ഒരു പ്രാവശ്യം കാണാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ നോക്കി മാത്രം എന്തെങ്കിലും ഒരു കുറിപ്പ് എഴുതി വിട്ട് പോകുന്ന ശീലമുള്ള ഒരു വ്യക്തിത്വമല്ല രജനി മേഡം. നമ്മൾ വിളിക്കാതെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കും, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, എന്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ ഒരു ഡോക്ടർമാരിലും കാണാത്ത അത്യപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരു സ്വഭാവ സവിശേഷതയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നമ്മുടെ പ്രിയങ്കരിയായ രജനി മേഡം എന്ന് അഭിമാനത്തോടു കൂടി പറയുകയാണ്. ഞങ്ങളുടെ സംഘടനയുടെ അഭിമാനമാണ്. ഞങ്ങളുടെ സംഘടനയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാണ് രജനി മേഡം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രജനി മേഡം ഉള്ളിടത്തോളം കാലം ഈ സുവർണ ക്ലിനിക്ക് ഒരിക്കലും തളരുകയില്ല. അത് താങ്ങി നിർത്താൻ, അതിന്റെ സാമ്പത്തികമായ വശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകളെ താങ്ങി നിർത്താൻ നമുക്ക് സാധിച്ചാൽ ആ സുവർണ ക്ലിനിക്ക് ഒരുപക്ഷെ ഒരു വലിയ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി തന്നെ മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സമയത്തിൽ തന്നെ ഓർക്കപ്പെടേണ്ട ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ ബഹുമാനായ മുൻ ചെയർമാൻ കൂടിയായിട്ടുള്ള ബൈജേട്ടനെ ഓർക്കാതെ ഈ നിമിഷത്തിലൂടെ കടന്നു പോകാൻ പറ്റില്ല. ആ പ്രസ്ഥാനം വളരുന്നതിന് വേണ്ടി, ആ പ്രസ്ഥാനത്തിന് തുടക്കമിടുന്നതിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ബൈജേട്ടന്റെ നേതൃത്വത്തിൽ അന്നുണ്ടായിരുന്ന സംഘടനയുടെ നേതൃത്വ നിലയിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കൂടി ഒരു ജില്ലാ അധ്യക്ഷൻ എന്ന നിലയിൽ അവരെ എല്ലാവരെയും അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ നിമിഷം എടുക്കുകയാണ്. മറ്റ് വിശദമായ പ്രസംഗത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ ഞാൻ കടക്കുന്നില്ല. എനിക്കറിയാം വിശദിരിക്കുന്ന ഒരുപാട് ആളുകളാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നിരുന്നാലും സുവർണ കർണാടക കേരള സമാജം ഈസ്റ്റ് സോൺ എന്നും ഒരു അഭിമാനമാണ്. ഇന്നും എവിടെയെങ്കിലും നമുക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താൻ നമ്മൾ തയ്യാറാണ്. ഒരിക്കലും ഞങ്ങൾ ആരും അവകാശപ്പെടുന്നില്ല ഞങ്ങളെല്ലാം തികഞ്ഞവരാണെന്ന്. എന്തെങ്കിലും കുറവുകൾ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിമർശിക്കേണ്ടവരാണ്. നിങ്ങൾ ക്രിയാത്മകമായി വിമർശിച്ചാൽ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളെ തിരുത്താൻ ഞങ്ങൾ എന്നും ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവും ഈ സംഘടന കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റു സംഘടനകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. പക്ഷേ ചിലപ്പോ ഒന്നോ രണ്ടോ പേർ അത് ക്രിയാത്മകമായ വിമർശനമായിരിക്കില്ല. അത് നമ്മളെ തുരത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പറയുന്നതായിരിക്കാം. അത്തരം വാക്കുകൾക്ക് മുന്നിൽ ഒരിക്കലും ഞങ്ങൾ മുട്ടുമടക്കുകയില്ല. പക്ഷേ ഞങ്ങളെ തിരുത്താനാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഏത് അഭിപ്രായത്തെയും ഏത് വിമർശനത്തിനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ സ്വീകരിക്കും. സുവർണ കർണാടക കേരള സമാജത്തിന്റെ നല്ല വർഷങ്ങൾ നമ്മൾ കാണാൻ കിടക്കുകയാണ്. ഈ സംഘടന എന്നും ഉയരത്തിലേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും ഒരു നല്ല ദിവസവും ആശംസിച്ചുകൊണ്ട് കുടുംബസംഗമത്തിന് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. Thank you so much, sir. I would like to invite Sir Ajit Babu, Vice Chairman East Zone, to do the honoring for Santosh Taikatil, sir. Thank you so much. Next, I would like to invite Shri S.K.S. Manjunath, sir, SKK's District Secretary, to address the gathering. യോഗത്തിന്റെ അധ്യക്ഷനും ഈസ്റ്റ് സോണിന്റെ ചെയർമാനായ ശ്രീ ബാബുലയൻ ചേട്ടൻ, മറ്റ് ഈസ്റ്റ് സോണിന്റെ എല്ലാ ഭാരവാഹികളും, സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ ഭാരവാഹികളും, ഇവിടുത്തെ മെമ്പേഴ്സും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ ഇന്ന് സുവർണ ക്ലിനിക്ക് തുടങ്ങിയിട്ട് 8ാം വർഷം ആഘോഷിക്കുന്നു. ഇതൊരു വളരെ വലിയൊരു കാര്യമാണ്. ഈ ഒരു ക്ലിനിക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകേണ്ട ഒരു കഷ്ടതയും അതിൻ്റെ പിന്നിലുള്ള എഫേർട്ടും തീർച്ചയായിട്ടും അത് നിങ്ങളുടെ എല്ലാവരുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഇത് സംഭവിക്കാൻ സാധ്യമല്ല. ഈ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഫൗണ്ടർ മെമ്പേഴ്സായ എല്ലാവരുടെയും ഒരു ആശയമായിരുന്നു ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ഒരു നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ട ഒരു സ്ഥാപനവും.
സോ അതിലേക്ക് ഒരു ചവിട്ടുപടിയായിട്ട് ഈസ്റ്റ് സോണ് ഈ ഒരു പ്രസ്ഥാനത്തെ 8 കൊല്ലമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിന് അതിന് വലിയൊരു അഭിനന്ദനം അവർക്ക് അർപ്പിക്കുന്നു. അതിനുവേണ്ടി സർവേശ്വരൻ അവരെ എല്ലാവിധ സഹായങ്ങളും അവർക്ക് ശക്തിയും പകരട്ടെ എന്ന് ഈ വേദിയിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഡിസ്ട്രിക്റ്റിൻ്റെ ആവട്ടെ എൻ്റെ വ്യക്തിപരമായ എല്ലാ സപ്പോർട്ടുകളും നേർന്നുകൊണ്ട് അവരുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir. I would like to invite Anu Lakshman, East Zone Finance Conveyor, to do the honorings for Manjunath, sir. Thank you so much. Next, I would like to invite Dr. Ranjini Satish, the doctor of Suvarna Clinic. നല്ലൊരു കൈയടിയോടെ ഡോക്ടറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം to address the gathering. എല്ലാവർക്കും നമസ്കാരം. I have not prepared any speech, but I would like to congratulate all the SKKS executive committee members, all the other members, and each and every one of you who has on this occasion of the 8th anniversary of Suvarna Clinic and for the Suvarna Sangamam. On this occasion, I would like to thank some people, especially our guide, mentors, Sanki Prasad sir and all other members who has been a support to get this clinic to all this 8 years. I would also like to thank especially Sri Padmanabha sir who's left, but he's also been a support to take this clinic forward. And it was always my dream to give primary health care to each and every one of the people at an affordable price. And Suvarna Clinic in SKKS has been a platform for me to do this. I really thank everyone for that, and I hope that as with the help of all of you, we will be able to give the same specialty treatment at an affordable price. I'm expecting that to happen anyway soon. Thank you for the opportunity and wishing you all a very happy new year and good health. Thank you. Thank you so much, doctor. I would like to invite Mr. Johnson, East Zone member, to do the honorings for doctor. Mr. Johnson. അടുത്തതായി, I would like to invite Sir K.P. Shashidharan sir, the Loka Kerala Sabha member, onto the stage to address the gathering, please. ഈ കുടുംബസംഗമത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ബാഹുലേൻ സാർ, മറ്റ് ഈ കുടുംബസംഗമ സമ്മേളനത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സുവർണ കർണാടക കേരള സമാജത്തിൻ്റെ ഈ ശാഖയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, മെമ്പർമാരെ, സഹോദരി സഹോദരന്മാരെ, ഒരു വലിയ പ്രസംഗത്തിൽ നിന്നും മുതിരാൻ പറ്റുന്ന ഒരു സമയമല്ല എന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം ഈ 2025 വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സംഘടന തീരുമാനിച്ചത് വിവരം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു കമ്മിറ്റിയുടെ കോർഡിനേറ്റർ എന്ന നിലയിൽ ആ വിഷയങ്ങളെപ്പറ്റി സംസാരിക്കാനാണ് എന്നോട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആ വിഷയത്തെ മാത്രം ചുരുക്കി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം ഇവിടെ നിർത്തുമെന്നാണ് നിങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. ഇവിടെയെല്ലാം നേതാക്കന്മാരും സൂചിപ്പിച്ചതുപോലെ
2024 നവംബർ മാസത്തിൽ നമ്മൾ തുടക്കം കുറിച്ച സുവർണ സ്വാന്തന എന്ന പദ്ധതിയുടെ ഭാഗമായി സുവർണ ഭവനം എന്ന മഹത്തരമായ ഒരു പ്രവർത്തനത്തിന് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചെയർമാൻ ബിജു കൊല്ലംകുഴി സാർ ഇവിടെയുണ്ട്. അദ്ദേഹം ഇതിൻ്റെ കുറച്ചുകൂടി വിശദമായി സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് അത്തരത്തിലേക്കൊന്നും ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ സുവർണ ഭവനം എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മൾ മിനിമം 100 വീടുകൾ വെച്ച് കൊടുക്കണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ഇതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സുവർണ കർണാടക കേരള സമാജത്തിൻ്റെ സ്റ്റേറ്റിൻ്റെയും ഡിസ്ട്രിക്റ്റിൻ്റെയും നേതാക്കന്മാർ അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങളിലേക്ക് വളരെ ശക്തമായി തന്നെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഒരു സ്ഥലം ഏറ്റെടുക്കുകയും ആ സ്ഥലം നമ്മുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ സ്ഥലത്ത് 6 വീടുകളുടെ ഒരു സമുച്ചയം നമ്മളിവിടെ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ വളരെ പാവപ്പെട്ട നമ്മുടെ മെമ്പർമാർക്ക് നൽകുന്നതിന് വേണ്ടി പ്രവർത്തനത്തിൻ്റെ എല്ലാവിധ ചരടുകളും പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ കോരമംഗല മേഖലയിൽ നമ്മുടെ ഈ സുവർണ ഭവനം പദ്ധതിയുടെ ചെയർമാൻ ബിജു കൊല്ലംകുഴി സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വീട് ഏകദേശം അതിൻ്റെ പ്രവർത്തനം ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഫൈനൽ സ്റ്റേജിലാണ്. അധികം വൈകാതെ തന്നെ അതിൻ്റെ താക്കോൽ ദാന കർമ്മം നമ്മൾ നിർവഹിക്കും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പ്രഖ്യാപിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സോണായിട്ടുള്ള കൊത്തന്നൂർ ശാഖ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വളരെ പാവപ്പെട്ട ആ പ്രദേശത്ത് താമസിക്കുന്ന വിധവയായ ഒരു മകൾ അംഗവൈകല്യമാണ്, ഒരു മകൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഉപേക്ഷിച്ചതാണ്. അങ്ങനെ 6-7 മെമ്പർമാർ ഒറ്റ റൂമിൽ കഴിയുന്ന ഒരു കുടുംബം നമ്മളോട് വന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ അവരുടെ വീട് കെട്ടിക്കൊടുക്കി തുടങ്ങി. അതിൻ്റെ കോൺക്രീറ്റ് കംപ്ലീറ്റ് ചെയ്ത ഒരു രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായും കൊത്തനൂർ ശാഖയുടെ കുടുംബ സംഘമായ കൂട്ടായ്മയിൽ ബഹുമാനപ്പെട്ട ആ മഹാദേവപുര MLA മഹനീയ കർമ്മത്തിൽ നേതൃത്വത്തിൽ അതിൻ്റെ താക്കോൽ ദാന കർമ്മം നിർവഹിക്കണമെന്നാണ് അവിടുത്തെ കൊത്തനൂർ ശാഖ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതി സാംബാലസിൽ വെച്ച് നടക്കുന്ന ആ മഹനീയ കർമ്മത്തിൽ നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണമെന്ന് ആദ്യമായി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത്തരത്തിലുള്ള പരിപാടികളുമായി നമ്മൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുത്തുകൊണ്ട് വിവിധ ശാഖകൾ ഇത്തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ കുടുംബ സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഇവിടുത്തെ ക്ലിനിക്, സുവർണ ക്ലിനിക്, അതിൻ്റെ നമുക്കറിയാം അതിൻ്റെ സാമ്പത്തിക സ്ഥിതികളെല്ലാം വളരെ പരിതാപകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരെയും വിചാരിച്ചാൽ ഒരു കൊച്ചു സംഖ്യ അതിനുവേണ്ടി മാറ്റിവെച്ച് ഈ സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇത്തരത്തിലുള്ള പരിപാടിയെ വിജയിപ്പിക്കണം. അതിനുവേണ്ടി ഒരു താങ്ങായി, തണലായി, ഒരു കരുത്തായി നമ്മുടെ എല്ലാ മെമ്പർമാരും, നമ്മുടെ എല്ലാ അഭ്യുദയകാംക്ഷികളും ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir.
I would like to invite Mr. Nobby Sakria, the BOD member East Zone, to do the honorings for KP Shashidharan sir. அடுத்ததாய், I would like to invite Mr. Sabu Francis, who was the founder member of East Zone, onto the stage. Mr. Sabu Francis, who was the founder member of East Zone, onto the stage, and I would like to invite Chairman Bahulian sir to do the honorings for Mr. Sabu Francis. Invite KJ Baiju sir to do the honorings for Mr. Sabu Francis. ബൈജു ബാഹുലേൻ ഞങ്ങളുടെ ഈ സോണിന്റെ ആരംഭം മുതലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർത്ത് രണ്ടുപേരും സമ്മേളിക്കാൻ പോവുകയാണ്. அடுத்ததாய், I would like to invite Baiju sir, advisor Bangalore East Zone, to address the gathering, please. ബഹുമാനം. ഇന്നത്തെ ഈ വേദിയുടെ അധ്യക്ഷനും ചെയർമാനുമായ ശ്രീ ബാഹുലേൻ സാർ, മറ്റു ഭാരവാഹികളെ, ജില്ലാ പ്രസിഡന്റ് ശ്രീ സന്തോഷ് തൈക്കാട്ടിൽ, സെക്രട്ടറി മഞ്ജുനാഥ്, സ്റ്റേറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റു ഭാരവാഹികൾ, നമ്മുടെ ഇതിനു മുൻപ് സംസാരിച്ച ശശിധരൻ സാറ് പറഞ്ഞ വീട് വെച്ചു കൊടുക്കുന്ന, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന പ്രൊജക്ടിന്റെ ചെയർമാനായ ശ്രീ ബിജു കോലംകുഴി, സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ ഷാജൻ ജോസഫ്, ശ്രീ ജോൺസൺ, മിസ്റ്റർ രമേശൻ സാർ, ഈസ്റ്റ് സോണിന്റെ ഭാരവാഹികൾ, ഇവിടെ ഇന്നത്തെ ഈ കുടുംബ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വൈകിയ വേളയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും 2 വാക്ക് പറയണം എന്ന് എനിക്ക് തോന്നി. അതിലാദ്യം മനസ്സിലുണ്ടായിരുന്നതല്ല, വളരെ അവിചാരിതമായി ഇപ്പോൾ ഇവിടെ നടന്ന ഒരു ആദരിക്കൽ ചടങ്ങിന്റെ ഭാഗമായ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ സംഘടന ആരംഭിക്കുമ്പോൾ, സുവർണ കർണാടക കേരള സമാജം എന്ന സംഘടന ആരംഭിച്ച സമയം തന്നെ ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാറ്റത്തിൽ സുവർണ കർണാടക കേരള സമാജം ഈസ്റ്റ് സോൺ ആരംഭിക്കുകയുണ്ടായി. ആ ആരംഭിച്ച കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സംഘടന പടുത്തുയർത്താൻ കൂടെ നിന്ന പ്രധാനപ്പെട്ട ഒരാളാണ് ശ്രീ സാബു ഫ്രാൻസിസ്. എന്തായാലും അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷം. മറ്റൊരു കാര്യം, നമ്മുടെ ഈസ്റ്റ് ശാഖ എന്ന് പറയുമ്പോൾ സുവർണ കർണാടക കേരള സമാജത്തിന് തന്നെ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന, അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ ബാംഗ്ലൂരിൽ പേരുയർത്തിയിട്ടുള്ള ഒരു ശാഖ എന്ന് പറയാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം എനിക്ക് തോന്നുന്നു സംഘടനകൾക്കെല്ലാം സ്കൂളുകളുണ്ട്, മറ്റു പ്രവർത്തനപരമായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട് എന്ന് അറിയാം. അതെല്ലാം വലിയ വലിയ പ്രസ്ഥാനങ്ങളാണ്. പക്ഷേ ഈസ്റ്റ് ശാഖയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ആരോഗ്യ രംഗത്ത് ഒരു ക്ലിനിക്കിലേക്കുള്ള ഒരു ചുവടുവെപ്പ്, ഭാവിയിലേക്കുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ചുവടുവെപ്പായാണ് നമ്മൾ അന്ന് തുടങ്ങിയത് 8 വർഷം മുൻപ്. ആ ചുവടുവെപ്പിലേക്ക് ആദ്യമായി കാലെടുത്തു വെച്ചതും സാധാരണക്കാരുടെ, എനിക്ക് തോന്നുന്നത് പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഒരുപാട് ഹോസ്പിറ്റലുകൾ, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ, വലിയ വലിയ ചികിത്സാ കേന്ദ്രങ്ങൾ ലോകത്ത് എവിടെയുമുണ്ട്. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് സെന്റർ, അതും വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് കടന്നു ചെല്ലാവുന്ന നമ്മുടെ മെമ്പർമാർക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, അമ്മമാർക്ക്
കടന്നു ചെല്ലാവുന്ന ഒരു ക്ലിനിക്ക് വേണം എന്നുള്ളൊരു ആശയം വന്നത്. അവിടെ നിന്നാണ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, ചെറിയ രീതിയിലുള്ള അസുഖമാണെങ്കിൽ തന്നെ ഒരു വലിയ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ സാധാരണക്കാർക്ക് അത് അഫോർഡബിൾ അല്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങിയത്. ഞാനിത് പറയാൻ കാരണം, ഇന്ന് നമ്മളിവിടെ 8ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ്. നമ്മൾ ഇതിൽ കൂടുതൽ വളരേണ്ടിയിരുന്നു എന്നുള്ളൊരു ചിന്ത നിലനിൽക്കുമ്പോൾ തന്നെ ഈ 8ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില ചിന്തകളുണ്ട്. കാരണം അന്ന് ഇങ്ങനെ ഒരു 8 വർഷം മുന്നേ ഞാൻ ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ആശയം വന്നപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാളാണ് സാങ്കി പ്രസാദ് സാർ. അദ്ദേഹത്തിന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സംഘടനയുടെ വളർച്ചയിൽ തന്നെ, എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും വലിയ പരിപാടികളിൽ പല പരിപാടികളും നടത്തിയത് നമ്മുടെ ഈസ്റ്റ് ശാഖയാണ്. അതിന്റെ പുറകിൽ സാങ്കി പ്രസാദ് എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യനുണ്ട്. അപ്പോൾ ആ 8 വർഷം മുന്നേ നമ്മൾ ഈ ഒരു ചിന്തകളിലേക്ക് കടന്നുപോയപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത്, ഒത്തിരി പ്രോഗ്രാമുകൾക്കായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും സപ്പോർട്ട് ചെയ്യാനായാലും അല്ലെങ്കിൽ ബിൽഡിംഗ് എടുക്കാനായാലും ഏത് കാര്യത്തിനും കൂട്ടായ്മയുടെ ബലത്തിൽ നമുക്ക് സാധിക്കും. പക്ഷേ അവിടെ നമ്മളുടെ ഈ ചിന്താഗതി പ്രകാരമുള്ള ഒരു ഡോക്ടറെ കിട്ടുക എന്നുള്ളൊരു ശ്രമകരമായിട്ടുള്ള ഒരു ചിന്തകളാണ് ഏകദേശം 6 മാസക്കാലം നമ്മളുടെ നേതൃത്വം, ഞാനടക്കമുള്ള നേതാക്കൾ നടത്തിയത് അന്ന് 8 വർഷം മുന്നേ. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു 8 വർഷത്തെ ആഘോഷത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു പേരാണ് ഡോക്ടർ രജനി സതീഷ്. ഞങ്ങളുടെ എല്ലാ സ്നേഹവും ബഹുമാനവും ഞാൻ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി, എനിക്കറിയാം ഡോക്ടർക്ക് എല്ലാ ആദരവും ശാഖയുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ നേരുകയാണ്. അതോടൊപ്പം ഒരാളെ കൂടി അതേപോലെ തന്നെ ആദരിക്കേണ്ട ഒരാളുണ്ട്. അത് മറ്റാരുമില്ല, ഡോക്ടറുടെ ഹസ്ബൻഡ് ശ്രീ സതീഷ് സാറാണ്. കാരണം അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രവർത്തനങ്ങൾക്ക് രജനി മേഡത്തിന് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഈ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തിയത് തന്നെ നമ്മുടെ ക്ലിനിക്കിന്റെ വളർച്ചയ്ക്കും അതിന്റെ ഒരു റണ്ണിങ്ങിനും വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തുക എന്നുള്ളൊരു ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു കുടുംബ സംഗമം നമ്മൾ സംഘടിപ്പിച്ചത്. അതോടൊപ്പം നമ്മളുടെ മെമ്പേഴ്സിനെയും മറ്റുള്ള എല്ലാവരെയും കാണുക, സംസാരിക്കുക എന്നുള്ളൊരു ആശയം കൂടി അതിലുണ്ടായിരുന്നു. അതെന്തായാലും വളരെ മനോഹരമായിട്ട് വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന്റെ നേതൃത്വം കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ആരുടെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല, എങ്കിലും എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir. I would like to invite Mr. Francis, sir, the SKKS District Treasurer, to do the honorings for Baiju, sir.